നമ്മളുടെ ദുഃഖവെള്ളിയാണല്ലേ. അപ്പം ദുഃഖവെള്ളിയിൽ നമുക്ക് ദുഃഖമുള്ള ദിവസമാണെങ്കിലും എന്നൊരു കാര്യമുണ്ട്. അത് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറഞ്ഞു പോലെ ചെറുതായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കുരിശിൽ വന്നൊക്കെയാണ്. അപ്പം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ അതൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം. കൂട്ടുകാരെ, നമ്മൾ ആര്യനാട് വെള്ളറട റോഡിൽ നിന്നും നമ്മൾ എടുത്തോട്ട് തിരിഞ്ഞ് കയറി നമ്മുടെ കുരിശൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വന്നു കേട്ടോ. വന്നതാ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ പൊന്നു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു മഹാ അത്ഭുതം തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും 3:30 ടൈമാണ് കേട്ടോ. ഇവിടെ പകൽ പോലെ തിരക്കാണ്. പകൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ തിരക്ക് കേട്ടോ. ഒരു ഗാർഡനൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അടിപൊളി, നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗാർഡനും കാര്യങ്ങളും. അത് ഏദൻ തോട്ടമാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ 3-ാം സ്ഥാനമൊക്കെ കഴിഞ്ഞ് നമ്മൾ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മെയിൻ കവാടത്തിലോട്ട് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും തിരക്ക് വരുന്നുണ്ട്. തിരക്കുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ ഞാൻ ഇതുവരെ ദുഃഖവെള്ളിക്ക് വന്നിട്ട് ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായാണ് ഇത്രയും തിരക്ക് ഞാൻ കാണുന്നത് ദുഃഖവെള്ളിക്ക് നമ്മൾ സാധാരണ ഈ ടൈമിൽ നമ്മളങ്ങനെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സാധാരണ വന്നിട്ട് ഇത്രയും തിരക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പറയാതിരിക്കാൻ വയ്യാത്രയ്ക്ക് തിരക്കായിരുന്നു. നല്ല എന്താ പറഞ്ഞാൽ നമ്മുടെ ചൂടൊന്നുമില്ല, വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം. പിന്നെ നമ്മുടെ തണുപ്പെന്ന് പറഞ്ഞാൽ ഓവർ തണുപ്പല്ല, എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട രീതിയിലുള്ള ഒരു കുഞ്ഞ് തണുപ്പും പിന്നെ നല്ല ഇളം കാറ്റും അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കയറി പോകുന്നത് കേട്ടോ. നല്ല ഇത് കണ്ടല്ലോ. ഇപ്പം നമ്മൾ വളരെ ആസ്വദിച്ച് തന്നെയാണ് നമ്മൾ തെക്കൻ കുരിശുമല ഇന്നേ ദിവസം നമ്മൾ കയറുന്നത്. ഇന്ന ദിവസം നമ്മൾ കുരിശുമല ഈ വർഷം നമ്മൾ വരണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, വാവച്ചിക്ക് നടുവേദനയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോഴത് കൂട്ടുകാർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ഇവിടില്ലാതെ നമ്മളെ വാവച്ചിക്കുട്ടി ഇല്ലെങ്കിൽ ഞാനും മീനും പോകാറില്ല. നമ്മൾ അതുകൊണ്ട് ഇന്ന് വരണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പെട്ടെന്ന് മകൾ പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ പറയുമായിരുന്നു, അമ്മയ്ക്ക് പകരം ഞാൻ കയറിക്കോളാം, അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് പോകാം, അമ്മ പള്ളിയിലിരിക്കട്ടെ, നമുക്ക് 2 പേർ കൂടെ കയറിയിട്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാം, അമ്മയുടെ നടുവേദന മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാം, അപ്പോഴടുത്ത കൊല്ലം നമുക്ക് സന്തോഷത്തോടെ വരാം എന്നൊക്കെ പറഞ്ഞ് മീനൂട്ടി പറഞ്ഞ ആ ഒരു വാക്കിൽ നമുക്ക് തരുന്നൊരു പ്രചോദനം, അതിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കൊല്ലം ഇവിടെ തെക്കൻ കുരിശുമല കയറാമെന്ന് തീരുമാനിച്ചത് കേട്ടോ. സത്യം പറഞ്ഞാൽ മീനൂട്ടിയാണ് നമ്മുടെ കൊണ്ടുപോയത്. തെക്കൻ കുരിശുമല ഈ വർഷം കൊണ്ടുപോയത് നമ്മുടെ മീനൂട്ടിയാണ്. മീനൂട്ടിയും ഞാനും കൂടെ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് കയറിയത്. മീനൂട്ടി എല്ലാ കുരിശിൻ്റെയും മുൻപിൽ ഞാനും മീനൂട്ടിയും എഴുതിരി കത്തിച്ചു, നമ്മൾ കാണിക്കയിട്ടു, പിന്നെ വാവച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് ദൂരം വാവച്ചി ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എന്ന് പറഞ്ഞാൽ വാവച്ചിക്ക് പറ്റുന്ന കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അത്രയും ദൂരം വാവച്ചി ഉണ്ടായിരുന്നു. വാവച്ചി എന്നിട്ട് അവിടെ ഒരിടത്ത് ഇരുന്നു. അതിനുശേഷമാണ് നമ്മൾ പോയത് കേട്ടോ. നമ്മൾ മേലെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളിത് പോകുന്ന വഴിക്കുള്ള വിഷ്വലാണ് നിങ്ങൾക്ക് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും മനോഹരമായ ഒരു സ്ഥലമാണെന്ന് പറഞ്ഞാൽ തെക്കൻ കുരിശുമല എന്ന് പറയും. ഇത് ഏകദേശം 4 കിലോമീറ്ററോളം ദൂരമുള്ളതാണ്. നമ്മുടെ മെയിൻ കവാടത്തിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ കുരിശ് കാണാൻ നമ്മൾ ചെല്ലുന്ന ആ സ്ഥലത്ത്. നമ്മുടെ പൊന്നും കുരിശ് നമ്മുടെ 14-ാം സ്ഥലം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കറക്റ്റ് കുരിശ് കാണാൻ നമ്മൾ പോകുന്ന സ്ഥലം. അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു ഡാം, അതിന് മുമ്പ് താഴെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു ഡാം കാണാൻ കഴിയും. തമിഴ്നാട് റൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഡാം നമുക്ക് അവിടെ നല്ല രീതിയിൽ കാണാം. ആ ഡാമിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ ഈ സീസൺ സമയത്തൊക്കെ ആണെങ്കിൽ കയറൊക്കെ കെട്ടി ആരും വീഴാത്ത രീതിയിലൊക്കെ നല്ല രീതിയിൽ കയറെല്ലാം ടൈറ്റ് ചെയ്ത് കെട്ടി നമുക്ക് കയറാൻ പരുവത്തിനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ പെട്ടെന്ന് ഇവിടെ ഈ കുരിശിൻ്റെ മുൻവശത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആരാണെങ്കിലും ഒന്ന് പെട്ടെന്ന് അവരുടെ മൈൻഡെല്ലാം അങ്ങ് ക്ലിയറാവും. മൈൻഡ് ക്ലിയർ ആയതിനു ശേഷം കുറേ സമയം നമ്മൾ പിന്നെ ആ ഒരു രീതി, ഞാൻ തന്നെ വീഡിയോ എടുക്കാൻ പെട്ടെന്ന് മറന്നുപോയി. വീഡിയോ എടുക്കാൻ പെട്ടെന്ന് എടുത്തതാണ്, രണ്ടാമത് ഞാൻ പോയി എടുത്തതാണ്.
ഇനി ആദ്യം പോയിട്ട് നമ്മൾ പിന്നെ പ്രാർത്ഥനയിലങ്ങ് ആവും. പിന്നെ നമ്മുടെ ആ കുരിശ് നോക്കി നമ്മൾ കുറേ നേരം നിൽക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം മറന്നു പോകും കേട്ടോ. അത് എല്ലാവരും, നമ്മൾ മാത്രമല്ല എല്ലാവരും വന്ന് വീഴുന്ന ജനം മൊത്തത്തിലും വന്ന് ഇതുപോലെ തന്നെയാണ്. എന്നാൽ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടാണ് അയ്യോ ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി ഫോട്ടോ എടുക്കുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ ഇടക്കാലങ്ങളിൽ തുടങ്ങിയതാണ് കേട്ടോ ഇവിടെ അരവണ എന്നുള്ള ഒരു സംരംഭം. ഇവിടെ അരവണയുണ്ട്. 110 രൂപയാണ് ഇവിടുത്തെ അരവണ. പിന്നെ അതുകൂടാതെ നമുക്ക് നേർച്ച എണ്ണയുണ്ട്. നേർച്ച എണ്ണ 40 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ കൊടുക്കാൻ വേണ്ടി കൗണ്ടറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ എമർജൻസി എക്സിസ്റ്റിനായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അതിനായിട്ടുള്ള നമ്മുടെ ഫെസിലിറ്റീസ് ഈ വർഷം ഞാൻ അവിടെ കണ്ടില്ല. പക്ഷെ എനിക്കതൊരു പോരായ്മയായിട്ട് തോന്നി കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുരിശുമലയിൽ നിന്നും താഴെ ഇപ്പോൾ വയ്യാതാവുകയാണെങ്കിൽ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടി അതെങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ കൗണ്ടറിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഈ വർഷം ഇപ്പം അവർക്കറിയത്തില്ല, അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്ക് ഡീറ്റെയിൽ അറിയത്തില്ല. അവിടെ വേറെ പിന്നെ ഓഫീസും കൗണ്ടറൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നേരെ കുരിശെല്ലാം കണ്ട് തിരിച്ചിറങ്ങിയ വഴിക്ക് കഞ്ഞി ഒരിടത്ത് ചെയ്യുന്നുണ്ടായിരുന്നു മേൽഭാഗത്ത് തന്നെ. അപ്പോൾ നമ്മൾ അത് പിന്നെ കഴിക്കാനൊന്നും നിന്നില്ല. നേരെ പിന്നെ താഴോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരിടത്ത് വന്ന് ഒരു ചായ കുടിച്ചു. ചായ കുടിച്ചതിന് ശേഷം മീനൂട്ടി ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മൾ ഈ മാങ്ങ അവിടെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ താഴോട്ട് പോവുകയാണ് കേട്ടോ. നല്ല തിരക്കായി. നമ്മൾ ഈ സമയം എന്ന് പറയുമ്പോൾ ഏകദേശം 8:30-9 മണി സമയമായി. നമ്മൾ പതുക്കെയാണ് പോകുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, കുഞ്ഞു മക്കളെയൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അത്രയും കെയർ ചെയ്ത് വേണമല്ലോ കൊണ്ടുപോകാൻ. നമുക്ക് അന്ന് ആ രീതിക്ക് എന്നെ കൊണ്ടുപോയേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ന് കാല് തെറ്റിയാൽ പോയി വീഴും. അതുകൊണ്ട് നമ്മൾ മാക്സിമം കെയർ ചെയ്ത് തന്നെയാണ് പോയത്. അങ്ങനെ നമ്മൾ കെയർ ചെയ്ത് നേരെ താഴെ വന്ന് വാവച്ചിരിക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെയാണ് ഞാൻ വാവച്ചി ഇരുത്തിയിട്ടൊക്കെ പോയത്. വാവച്ചി ഇതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ താഴോട്ട് പിന്നെ നമ്മൾ ഒത്താണ് പോയത്. ഇത് നമ്മൾ കേരളമാണ്. പക്ഷേ ഇതിന് മുകൾ ഭാഗത്തോട്ട് എന്ന് പറഞ്ഞാൽ എന്താ പത്താം കുരിശ് തൊട്ടാണോ തമിഴ്നാട് വരുന്നത്? അതെ, 10, 11, 12, 13, 14 ഇത്രയും തമിഴ്നാടാണ് വരുന്നത്. ഇതിന് മുൻവശത്തോട്ടുള്ളതെല്ലാം നമ്മുടെ കേരളമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേരളത്തിൽ പെടുന്നതാണ് കേട്ടോ. അതെ, കേരളത്തിൽ പെടുന്ന പിന്നെ കച്ചവടങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്ന സമയത്ത് ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. പാൽപ്പായസത്തിൻ്റെ ക്ലാസ് കുരങ്ങന്മാരെ അടിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാനിപ്പോൾ ഒരു വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ താഴെ വന്ന് കഞ്ഞി കുടിച്ചു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു. ഇവിടെ ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ വകയായിട്ടാണോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. അതിന് നമ്മളവിടെ കഞ്ഞിയൊക്കെ കുടിച്ചതിന് ശേഷം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മീനൂട്ടി പാവം ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഞാനും മീനൂട്ടിയും കൂടെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. വാവച്ചിക്ക് ഒരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ നേരെ നടന്ന് താഴോട്ട് വന്നിട്ട് നമ്മൾ കുറേ നേരം ഒരിടത്ത് വന്നിരുന്നു. അപ്പോൾ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ വെറുതെ എടുത്ത ഒരു വിഷ്വലാണ്. താഴെ നിന്ന് വരുന്ന ആൾക്കാരെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലോ. എന്ന് പറഞ്ഞാൽ അവരൊക്കെ വളരെ കൂളായിട്ടാണ് കയറി വരുന്നത് കേട്ടോ. അത്രയും സന്തോഷത്തോടു കൂടിയാണ് അവർ കയറി വരുന്നത്. നമ്മൾ ചെരുപ്പില്ലാതെ നടക്കുന്നവരും ഉണ്ട്. അതെ നമ്മൾ നേരെ ഞാൻ അങ്ങനെ താഴെ കുരിശടിയിൽ അവിടെ വന്നപ്പോഴത്തേക്ക് ഓരോ പള്ളിക്കാരുടെ സപ്പോർട്ട് ഓഫീസും കാര്യങ്ങളൊക്കെ അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് കാണുന്നത്. പിന്നെ നമ്മുടെ അച്ഛൻ്റെ ഒരു ഇതുണ്ടല്ലേ, കല്ലറയുണ്ട്. പിന്നെ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഉണ്ട്. ഒരു പള്ളിയുടെ വകയായിട്ട് പാർക്കിംഗ് സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എൻ്റെ വണ്ടിയും ഇവിടെ തന്നെയായിരുന്നു നമ്മൾ പാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മൾ വാഹനവും ഇവിടെ നിന്ന് എടുത്തു നമ്മൾ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ കുരിശുമലയിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ അപ്പോൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തേക്ക് വിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ.